സാർ, കോട്ടയത്ത് നിന്ന് 400ഓളം പെൺകുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് പി.സി. ജോർജ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പി.സി. ജോർജിനെതിരെ കേസെടുക്കാൻ പോവുകയാണ്. കേസെടുത്താലും ഇല്ലെങ്കിലും ഇതിൻ്റെ വാസ്തവം എന്താണ്? പി.സി. ജോർജ് ഒരു സ്വകാര്യ ചടങ്ങിൽ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വെച്ച് പി.സി. ജോർജ് ഈ പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന നടത്തിയതിൽ ഷിബിൽ പറഞ്ഞതിൽ ഒരു കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യം, കോട്ടയം ജില്ലയിൽ നിന്ന് 400ഓളം പെൺകുട്ടികൾ ലവ് ജിഹാദിൽ പെട്ടുപോയി എന്നല്ല പറഞ്ഞേക്കുന്നത്. പകരം മീനച്ചിൽ താലൂക്ക് എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഒരു താലൂക്കിൽ നിന്ന് മാത്രം 400ലധികം പെൺകുട്ടികൾ ഈ ലവ് ജിഹാദിൽ പെട്ടുപോയി എന്നുള്ളതാണ് പി.സി. ജോർജ് പറഞ്ഞേക്കണം. അതങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതീവ ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷേ ഈ പ്രശ്നം നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായി മീനച്ചിൽ താലൂക്ക് എന്താണെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ വങ്കത്തരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകും. പി.സി. ജോർജ് ഇതിനു മുമ്പും പല ഇത്തരത്തിലുള്ള അടികളുമൊക്കെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. മീനച്ചിൽ താലൂക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെയുള്ള ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 4,06,000 മാത്രമാണ്. ആ 4,06,000-ൽ 97,873 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ആകെ 1,00,000-ൽ താഴെ കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള 400 കുടുംബങ്ങളിലെ കുട്ടികൾ പോയി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0.04% വരും. അപ്പോൾ അത്തരം കുട്ടികൾ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. നാട്ടുകാരൊക്കെ അറിയേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഈ അടുത്തൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. അവിടെയുള്ള ആകെയുള്ള ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2,13,555 അപ്പോൾ ഇത് ക്രിസ്ത്യൻ പെൺകുട്ടികൾ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വനിതകളിൽ വലിയ കൂടുതൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നമ്പറാണ് 400 എന്ന് പറയുന്നത്. 2,13,555 വരുന്ന ക്രിസ്ത്യൻസ് ഉള്ളതിൽ അതിൻ്റെ ഒരു പകുതി ഓളം മാത്രമല്ലേ, അതായത് ഇപ്പോൾ 97,000 50,000 കുടുംബങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ. ആ 50,000 കുടുംബങ്ങളിൽ നിന്ന് 400 പേര് പോയി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0.8% വീടുകൾക്ക് ഈ പ്രശ്നമുണ്ടായ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇതുപോലെ പോയി എന്നാണ്. ഇതൊക്കെ പി.സി. ജോർജിൻ്റെ ചുമ്മാതുള്ള അടികളാണ്. പക്ഷേ ഈ അടികളുടെ പിന്നിൽ വലിയ വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ഇനി മീനച്ചിൽ താലൂക്കിനെ കുറിച്ച് 1,62,203 വരുന്ന ഹിന്ദുക്കളാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അതായത് 52.84% ക്രിസ്ത്യൻസും 39.9% ഏതാണ്ട് 40% വരുന്ന ഹിന്ദുക്കളും പിന്നെ വളരെ കുറച്ച് മാത്രമേ മുസ്ലിം ജനസംഖ്യയുള്ളൂ. അവിടെ 29,932 എന്ന് പറഞ്ഞാൽ 7.5%, 7.36 മാത്രമേ അവരുടെ മുസ്ലിം ജനസംഖ്യയുള്ളൂ. അപ്പോൾ ആ മുസ്ലിം ജനങ്ങൾ ഈ പറയുന്ന അതായത് 7.5% താഴെയുള്ള മുസ്ലിം ജനസംഖ്യയുള്ള അവിടുത്തെ യുവാക്കൾ ഈ പറയുന്ന 29,932 പേരെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 29,000 പേരവിടെ ആണുങ്ങളല്ലല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ആണുങ്ങളായിട്ട് കണക്കൂട്ടാൻ പറ്റും. ഒരു 14,000 ആണുങ്ങൾ. ആ 14,000 ആണുങ്ങളിൽ എത്ര പേര് 20-നും 30-നും വയസ്സിനടക്കുള്ള കണക്കുണ്ടെന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ അതിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഈ 400ഓളം വരുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ പ്രണയം നടിച്ച് കല്യാണം കഴിച്ചു. അതിനെയാണല്ലോ നമ്മൾ ലവ് ജിഹാദ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ യഥാർത്ഥത്തിൽ വളരെ ബോധപൂർവം പ്രണയം നടിച്ച് ഈ മതത്തിലേക്ക് മാറ്റാൻ വേണ്ടി കല്യാണം കഴിച്ചു എന്നൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ അസംബന്ധമാണ് എന്നുള്ളത് ഞാൻ ഈ കണക്കുകൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നാട്ടിലൊന്നും ഇത് അറിയാതിരിക്കില്ല. പി.സി. ജോർജ് പറഞ്ഞത് അങ്ങേയറ്റത്തെ മണ്ടത്തരമാണ്, വങ്കത്തരമാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. ഇതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലവ് ജിഹാദ് ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഹൈക്കോടതി ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് DGP ആയിട്ടുള്ള ജേക്കബ് പുന്നൂസ് കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെ ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറും ഈ പറയുന്ന ഒരു ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കാനുള്ളൊരു മാർഗമാണ്. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഈ പറയുന്ന പി.സി. ജോർജിനുണ്ട്. ആ പി.സി. ജോർജൊക്കെ അതിൻ്റെ ഒരു ഉപകരണമായി മാറിയിരിക്കുകയാണ് കുറേ നാളുകളായിട്ട്. ഇത് ആദ്യത്തേതല്ല, ഇതിനു മുമ്പും അദ്ദേഹം ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കാൻ കുറച്ചെങ്കിലും വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിലെ നിഷ്കളങ്കരായിട്ടുള്ള കുറേ ആളുകളെങ്കിലും അതിനകത്തൊക്കെ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. സാർ പറയുകയുണ്ടായി പി.സി. ജോർജ് ഇതിനു മുൻപേയും ഇതുപോലത്തെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വിശദമാക്കാമോ? പി.സി. ജോർജ് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളൊരു പ്രസ്താവന എന്ന് പറയുന്നത് അത് പത്രസമ്മേളനത്തിലായിരുന്നു. ഇതിപ്പോൾ ഒരു ക്ലാസ്സിലാണെന്ന് നമുക്ക് വിചാരിക്കും, പക്ഷേ അത് പത്രസമ്മേളനത്തിലാണ്. ആ പത്രസമ്മേളനത്തിൽ പി.സി. ജോർജ് വിമർശിച്ചത് മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന ഒരു സിനിമ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വളരെ ഗ്രിഗറി അഭിനയിച്ച സിനിമയാണ്. ഗ്രിഗറി നായകനായിട്ട് അഭിനയിച്ച ഒരു ചെറിയ സിനിമയാണ്. ദുൽഖർ സൽമാനാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്.
ആ മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ അനു സിതാരയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരു സാധാരണ പാട്ടാണ്, പക്ഷെ നമുക്കതിൽ കൗതുകമുള്ളത് ദുൽഖർ സൽമാനും ഗ്രിഗറിയും കൂടി പാടിയ പാട്ടാണ്. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: മൊഞ്ചത്തിപ്പെണ്ണെ ഉണ്ണിമായെ തഞ്ചത്തിലൊപ്പന പാടിവായോ എന്നാണ് ആ വരികൾ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള വരികൾ കൂടി നിങ്ങൾ കേൾക്കണം. തേനൂറും എൻ്റെ പ്രേമം നീയെ എന്നുള്ളതാണ് അടുത്ത വരി. എന്ന് പറഞ്ഞാൽ അത്ര ക്ലാസിക്കായിട്ടുള്ള പാട്ടൊന്നുമല്ല, നമ്മൾ ഇഴകീറി പരിശോധിക്കേണ്ട കാര്യമൊന്നുമല്ല. പിന്നെ പാലിലിട്ട പഞ്ചസാര നീയെ എന്നുള്ളതാണ് ഈ പെണ്ണിനെ ഉപമിക്കുന്നത്. ഈ പെണ്ണെന്ന് പറഞ്ഞാൽ നായികയായിട്ട് അഭിനയിക്കുന്ന അനു സിതാരയെ ഉദ്ദേശിച്ചിട്ട് എഴുതിയിരിക്കുന്ന പാട്ടാണ്. ഉപ്പിലിട്ട മാങ്ങ നീയെ എന്നാണ് പറയുന്നത്. അതൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള ഉപമയാണ്. തെങ്ങിന്മേലെ തേങ്ങ നീയെ. പിന്നെ അടുത്തത് പറയുന്നത് നിരത്തിന്മേലെ മത്തി നീയെ എന്നാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി നിരത്തിലൊക്കെ വെച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്ന മത്തിയെ പോലെയാണ് പെണ്ണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റോഡിന്മേലെ ടാറ് നീയെ, അതായത് റോഡിൻ്റെ പുറത്തുള്ള ടാറിനെ പോലെയാണ് പെണ്ണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ഗംഭീരമായിട്ടുള്ള ഉപമകളാണ്. അപ്പോൾ ഈ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ പാട്ടൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ വരികളൊന്നും ആരും കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നിന്ന് പോലും നമ്മുടെ PC ജോർജ് എന്ന് പറയുന്ന നേതാവ് വളരെ കൃത്യമായിട്ട് ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. ആ പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ആ പോയിന്റ് മൊഞ്ചത്തി പെണ്ണെ ഉണ്ണിമായെ തഞ്ചത്തിലൊപ്പന പാടിവായോ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഉണ്ണിമായെ ഒപ്പന കളിക്കാൻ വേണ്ടി വിളിക്കുന്നത്? നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ ഒരു ഐഷുമ്മയോ വിവാത്തുമ്മയോ അല്ലെങ്കിൽ സുഹ്റയൊക്കെ വിളിച്ചാൽ പോരെ എന്നുള്ളതാണ് PC ജോർജിൻ്റെ ചോദ്യം. ഇത് ഞാൻ പറയണേക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ടൊക്കെ തോന്നുന്നല്ല. PC ജോർജ് പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം വിളിച്ച് ഈ പാട്ട് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതാണ്. സത്യത്തിൽ ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ദുൽഖർ സൽമാനൊന്നും കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയും ഗ്രിഗറിയൊക്കെ 4-5 ദിവസം തലയിറക്കി വീണേനെ. അഭിനയിച്ചിട്ടുള്ള അനു സിതാരയും വീണേനെ. ഇതിൻ്റെ സംവിധായകനും ഈ പാട്ട് എഴുതിയവൻ ആരാണെന്നറിയില്ല. അവന് പോലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പോലും ബോധം വന്നിട്ടുണ്ടാവില്ല. അവൻ വല്ല ആത്മഹത്യ ചെയ്തേനെ. കാരണം അവൻ എഴുതിയിട്ടുള്ള ഏറ്റവും തറ പാട്ടെടുത്ത് വെച്ച് അതിൽ നിന്ന് ഉണ്ണിമായനെ ഒപ്പന പാടാൻ വിളിച്ചത് പോലും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് PC ജോർജ്. അതുകൊണ്ട് PC ജോർജ് ഇത് അറിയാതെ ചെയ്യുന്ന ഒരാളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. PC ജോർജിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് അതിനുശേഷം ഇൻ്റർവ്യൂവിന് ശേഷം 1.5-2 മണിക്കൂർ ഇരുന്ന് മറ്റു പല കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചില എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല, അതൊക്കെ സ്വകാര്യ സംഭാഷണത്തിലാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, ഇതൊന്നും അറിയാത്ത ഒരാളല്ല PC ജോർജ് എന്ന് പറയുന്നത്. ഇതൊരു കൃത്യമായ പ്രൊജക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കാസ പോലെയുള്ള സംഘടനകളൊക്കെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്ത് ഒരു വിള്ളലുണ്ടാക്കാനും ആ വിള്ളലുണ്ടാക്കി അതിൽ വോട്ട് വെല്ലുള്ള മജോറിറ്റി ആളുകളെ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ BJPയോട് അടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ടൂൾ മാത്രമാണ് PC ജോർജും ഇതുപോലെ കാസയൊക്കെ. ഈ കാസ തന്നെ ഇപ്പോൾ സംഘടന ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്ന് കേട്ടു. ഈ കാസയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ അവർ വളരെ സെലക്റ്റീവായിട്ടുള്ള മൗനം പാലിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ ആദ്യത്തെ ഒരു ദമ്പതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാപ്പച്ചൻ ഷീജ ദമ്പതികളെയാണ്. ആ പാപ്പച്ചൻ ഷീജ ദമ്പതികൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ പത്തനംതിട്ടയിൽ നിന്നുള്ളവരായിട്ടാണ്. അവർ മധ്യപ്രദേശിൽ താമസിക്കുന്നവരാണ്. അവിടെ ചെന്ന് മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ 5 കൊല്ലത്തേക്ക് ജയിലിലിടാൻ പോകുന്നത്. അപ്പോൾ ഇതിനെതിരൊന്നും കാസ പ്രതികരിക്കുന്നില്ല. കാസ വളരെ കൃത്യമായി പലപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ തീവ്രമായിട്ടുള്ള ഈ പറയുന്ന പോലെ ഉണ്ണിമായ എന്തിനാണ് നിങ്ങൾ ഒരു കഥാപാത്രമാണ്, ഒരു പാട്ടിൽ വെറുതെ എഴുതി വെച്ചതാണ്, എന്തിനാണ് ഒപ്പന കളിക്കാൻ വിളിക്കുന്നത്? അത് തന്നെ നിങ്ങളുടെ ഒപ്പം ചേർക്കാനാണ്, ലവ് ജിഹാദാണെന്ന് പറയാനുള്ള തന്ത്രമാണ്. ഇനി ഇതിനും അപ്പുറത്തേക്ക് ഈ പ്രൊജക്റ്റ് കുറേ കൂടി വലുതാണ്. ഇത് കേൾക്കുന്ന ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കണം. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മലപ്പുറത്തെ എനിക്ക് വളരെ പരിചയമുള്ള, ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, എനിക്ക് ബഹുമാനമുള്ള ഒരാൾ തന്നെ ഇരുന്നിട്ട് മലപ്പുറത്തെ വിളിക്കുന്നത് മിനി പാകിസ്ഥാൻ എന്നാണ്. ഇനി ഇതെല്ലാം പോട്ടെ, അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ നമ്മുടെ ഈരാറ്റുപേട്ടയെ വിളിക്കുന്നത് മിനി താലിബാൻ എന്നാണ്. അപ്പോൾ അത്തരത്തിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഉണ്ടാക്കി വോട്ട് തട്ടാൻ മാത്രമുള്ള, അതായത് വർഗീയതകളെ ഒന്നും ഉണ്ടാക്കണമെന്ന് ഇവർക്കില്ല, വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഉപകരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാക്കുകളാണെന്നും ഇത്തരത്തിലുള്ള ഒരു മൊത്തത്തിലൊരു കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള ഭിന്നത ഉണ്ടാക്കലാണെന്നും ആ ഭിന്നത ഉണ്ടാക്കുന്നതിലൂടെ ഇത്തരത്തിൽ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്ത് ഒരു ഇൻട്രോഡ്സ് ഉണ്ടാക്കാനും വിള്ളലുണ്ടാക്കാനും അതിലെ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളുടെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ കൂടി BJPക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണുള്ളത്. പിന്നെ BJPക്ക് കൃത്യമായിട്ട് സംഘപരിവാറിനൊക്കെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, കേരളം പോലൊരു സ്റ്റേറ്റിൽ അവർ ഇത്രയും നാളും ഇരുട്ടിൽ തപ്പുകയായിരുന്നു എന്ത് പ്രൊജക്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് ഭരണം പിടിക്കാൻ കഴിയുന്നത്. അവർക്ക് കൃത്യമായി മനസ്സിലാക്കിയത്
അവർ അഖിലേന്ത്യാ തലത്തിൽ ശത്രുക്കളായി അവർ കാണുന്ന ഒരു മതവിഭാഗം എന്ന് പറഞ്ഞാൽ ആ മതവിഭാഗത്തെ അല്ലെങ്കിൽ അവർ അന്യവൽക്കരിക്കപ്പെടാൻ ശ്രമിക്കുന്ന മതവിഭാഗം അവർ തീർച്ചയായിട്ടും 30% ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 50% വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ 53% വരുന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയെ മാത്രം പിടിച്ചാൽ അവർക്ക് ഒരു കാരണവശാലും അതിൽ നിന്നുള്ള മഹാഭൂരിപക്ഷം വോട്ടുകൾ നേടിക്കൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ വളരെ കൃത്യമായി ഈ പറയുന്ന ഒരു 70% അല്ലെങ്കിൽ 53% ഹിന്ദുക്കളും 17% വരുന്ന ക്രിസ്ത്യൻസും 16% ഒക്കെ വരുന്ന ക്രിസ്ത്യൻസും അടങ്ങുന്ന ഒരു 70% അവർ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ വോട്ടുകൾ കൂടി എങ്ങനെ ഇപ്പുറത്തേക്ക് മറിക്കാമെന്ന് വിചാരിച്ചാൽ അത് കൃത്യമായിട്ടുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ. ഈ സ്ട്രാറ്റജി BJP ബിൽഡ് ചെയ്യുന്നതിനേക്കാൾ ഗംഭീരമായി ഈ BJPയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ PFI പോലെയുള്ള SDPI പോലെയുള്ള സംഘടനകൾ കൂടിയാണ്. കാരണം അവരും ഇപ്പുറത്ത് മറ്റു മതവിഭാഗങ്ങളോട് ഒരു വെറുപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെറുപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവുകയാണ് ഈരാറ്റുപേട്ടയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ BJPക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ ജേർണലിസ്റ്റ് അടക്കം അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്താണ് ഒരു യൂട്യൂബിൽ വളരെ റീച്ചുള്ള ഒരാളെന്നുള്ളതിൽ അദ്ദേഹം പോലും ചില വീഡിയോകളുടെ തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് പാകിസ്ഥാനിലേക്ക് എന്നൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അല്ലാതെ ഇതൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല. ഇത് കൃത്യമായിട്ട് PC ജോർജിനെ പോലെ വളരെ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് വളരെ ബുദ്ധിയുള്ള ഒരാളെന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ വരുംവരായികൾ എന്താണെന്ന്. അറിയാതെ ഒന്നുമല്ല അദ്ദേഹം ഇത്തരത്തിൽ കമൻറ്റുകൾ പാസ്സാക്കുന്നത്. വളരെ ബോധപൂർവം കൃത്യമായി കമൻറ്റുകൾ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. കാസ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇൻ കേസ് ചിലപ്പോൾ BJPക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു റൈറ്റ് വിങ് ഹിന്ദുത്വ പൊളിറ്റിക്സിനൊക്കെ വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ വോട്ട് കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് സ്പ്ലിറ്റ് ചെയ്താൽ പോലും മിക്കവാറും BJPക്കോ അല്ലെങ്കിൽ CPMനോ മറ്റു സ്ഥാനാർത്ഥികൾക്കൊക്കെ ഗുണമുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അവർ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ആലോചിക്കുന്നു എന്നാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടും സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില എലിമെൻസുകളും ഇവരെ സഹായിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ PFIയുടെ അടക്കം SDPIയുടെ അടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം PDPയുടെ അടക്കം വരുന്ന സംഘടനകളൊക്കെ തന്നെ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റുള്ളവർ പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രൊജക്റ്റ് അതാണ്. ആ പ്രൊജക്റ്റിലേക്ക് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പണിയാണ് ഈ സംഘടനകളൊക്കെ ചെയ്യുന്നത്. ആദ്യം ഇവരെ അടിച്ചോടിച്ചാൽ മാത്രമേ മുസ്ലിംസിന് ബാക്കിയുള്ളവരിൽ നിന്ന് രക്ഷ നേടാൻ പറ്റൂ എന്നുള്ളത് കൂടിയാണ് വാസ്തവം. സർ, ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി ഈ പ്രൊപ്പഗണ്ടകൾ പല മാധ്യമപ്രവർത്തകരും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെന്ന്. ഇത് ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ഷിബിലെ, ഞാനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. ഞാൻ ഇത്തരത്തിൽ വേണമെങ്കിൽ ആളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനും ലോങ് ടൈമിലേക്കുള്ള പ്രൊജക്റ്റുകളും ഷോർട്ട് ടൈമിലേക്കുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്കിത് കൃത്യമായി മനസ്സിലാകും. ഈ മാധ്യമ പ്രവർത്തകർ മാത്രമാണ് ഇത് ഏറ്റെടുത്തത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പറയുന്നത് PC ജോർജും ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരും ആ മാധ്യമ പ്രവർത്തകർക്ക് കിട്ടുന്ന ഫണ്ടിങ്ങുകളും കൂടാതെ അവർക്ക് കിട്ടുന്ന റീച്ചുകളും ഇപ്പോൾ ചില ചാനലുകളിലൊക്കെ ഇരുന്ന് വലിയ തോതിൽ വർഗീയ വിഷം വമിപ്പിക്കുന്ന ചാനലുകൾക്കൊക്കെ എങ്ങനെയാണ് വലിയ റീച്ച് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആ റീച്ച് അടക്കം ഇവർ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോമിസ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആ ലെവലിലാവുമ്പോൾ അവരതിനകത്തേക്ക് പെട്ടുപോകും. പിന്നെ പണം കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ചിലർ ഇത് പണം മേടിച്ച് പ്രൊജക്റ്റായി ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ വരും വരായികളൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന ആളുകളുണ്ട്. കുറേ ആളുകൾ ഇത് അറിയാതെ തന്നെ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം. ഇപ്പോൾ നാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുന്നു, നിങ്ങൾ ഇന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീച്ച് കൂടുമെന്ന് പറയുന്നു. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിക്കുമ്പോൾ അവർ ആ റീച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ അതിൻ്റെ സബ്സ്ക്രിപ്ഷനും പിന്നെ റീച്ചും കൂടാൻ ഞാൻ അതിനേക്കാൾ കടുത്ത വർഗീയതയും വിഘടനവാദവും ഒക്കെ എന്ത് ചെയ്യുന്നു, ഉന്നയിക്കുന്നു. അപ്പോൾ അതിൻ്റെ റീച്ച് പിന്നെയും കൂടുന്നു. പിന്നെ ഞാൻ ആ ട്രാപ്പിലേക്ക് ഓൾറെഡി പെട്ടുപോകും. അപ്പോൾ ഇത് നിങ്ങൾ അറിയേണ്ടത് ഇതൊരു ചെറിയ ഡിസൈൻഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് അല്ല. ഞാൻ ഈ പറഞ്ഞ ആളുകൾ മാത്രമല്ല ഇതിനകത്തുള്ളത് വലിയ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്
കാസ വന്നിട്ടുള്ളത്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ജേർണലിസ്റ്റുകൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള അപ്രമാദിത്വം ഈ റൈറ്റ് വിങ് ഹിന്ദുത്വകൾക്ക് കിട്ടുന്നത്. കാരണം സാറ്റലൈറ്റുകളിൽ അതവർക്ക് കിട്ടിയിട്ടില്ല, അതവർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. കേരളത്തിലാണ് അവർക്ക് അങ്ങനെ ചാനലുകൾ മൊത്തമായി പർച്ചേസ് ചെയ്യാൻ പറ്റാഞ്ഞ്. അപ്പോൾ അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഈ പറയുന്ന ചാനലുകളെല്ലാം തന്നെ യൂട്യൂബ് ചാനലുകളിലൊക്കെ വലിയ അപ്രമാദിത്വം അവർക്കുണ്ട്. എനിക്ക് തന്നെ ഷിബിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റീച്ച് കൂട്ടാൻ നല്ലത് ഒരു റൈറ്റ് വിങ് ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മറ്റു പല ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആത്യന്തികമായി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിഭജിക്കപ്പെടുന്ന മനസ്സുകളും ഈ പറയുന്ന പോലെ ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരാനിരിക്കുന്ന വർഗീയ കലാപങ്ങൾക്കുമൊക്കെ വിത്തിടുന്ന ഒരാളായി ഇപ്പോഴേ മാറാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പല ഭൗതിക സുഖങ്ങളും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് എന്നോട് പല കാര്യങ്ങളും ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാനതൊന്നും ചെയ്യാത്തത്. കാരണം പിന്നെ എന്നെ സംബന്ധിച്ച് രണ്ടാമതൊരു വലിയ ഓപ്ഷൻ കൂടിയുണ്ട്. ഇതെൻ്റെ ഏക റവന്യൂ മാർഗമല്ല എന്നുള്ളത് കൂടി കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറേ പേരൊക്കെ ബോധവാന്മാരാണ്. ഞാൻ പറഞ്ഞ PC ജോർജ് ബോധവാനാണ്, കാസ ബോധവാനാണ്, കാസയെ പോലുള്ള സംഘടനകൾ ബോധവാന്മാരാണ്. പക്ഷെ ഒരു കാരണവശാലും മറ്റെല്ലാ യൂട്യൂബേഴ്സും എല്ലാ ചാനലുകളൊന്നും ബോധവാന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന പണവും ഇപ്പോൾ കിട്ടുന്ന റീച്ചും കിട്ടാൻ ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ നാടിനെ വലിയ തോതിൽ അപകടത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പോലീസ് കേസെടുത്തത് കൊണ്ടോ ഇത് വലിയ തോതിൽ വാർത്തയാകുന്നത് കൊണ്ടോ നാളെ കോടതികൾ ശിക്ഷിച്ചുകൊണ്ടോ മാത്രം ഇത് അവസാനിക്കില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ മനസ്സുകളെ നമ്മൾ വിഭജിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വലിയ തോതിൽ ഇടപെടാൻ കഴിയുന്ന ലീഡേഴ്സ് ഉണ്ടാവണം, സോഷ്യലായിട്ടുള്ള ഒരു റിഫോംസ് ഉണ്ടാവണം, പരിഷ്കാരങ്ങൾ ഉണ്ടാവണം, മൂവ്മെൻറ്റുകൾ ഉണ്ടാവണം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ വലിയൊരു കാരണം കൂടി പറയാം. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും അത്ര ഗൗരവത്തിൽ കാണില്ല. അതിപ്പോൾ KM മാണി എന്ന് പറയുന്ന നേതാവ് ഉണ്ടായിരുന്നു. സോ അവരുടെ താല്പര്യങ്ങളെ ഒരാൾ നോക്കാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണത്തിൽ വലിയ പങ്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലശേഷം തന്നെ ഒരു അനാഥരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ ആളില്ല എന്നുള്ളതിലൊക്കെയുള്ള പല ഒരു ഫിയർ അവരുടെ ഉള്ളിലേക്കുമൊക്കെ പടർന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന വലിയ പ്രൊജക്റ്റാണിത്. ഈ പ്രൊജക്റ്റ് വലിയ തോതിൽ വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് പക്ഷേ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കും.